ഹലോ ക്രിസ്മസിൻ്റെ ടൈം ആയതിനെക്കൊണ്ട് തന്നെ ഇന്ന് ഒരു ക്രിസ്മസ് ഡെക്കോറാണ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഒരു ഗ്ലാസിൻ്റെ ഭരണിയാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഒരു അച്ചാറിൻ്റെ ഭരണിയാണ്. അപ്പോൾ നിങ്ങളടുത്തുള്ള ഭരണി നിങ്ങൾ എടുക്കുക. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ കുറച്ച് ഗ്ലൂ നമ്മുടെ ബ്രഷിലൊക്കെ എടുത്തിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒത്തിരി മുകളിലേക്ക് പോകണ്ട, എന്നാൽ കുറച്ച് ഉയരത്തിലേക്ക് ആക്കും വേണം. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ എന്തെങ്കിലും പേപ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷീറ്റോ മറ്റോ വിരിച്ചിട്ട് നമുക്ക് ഈ ഒരു സംഭവം എടുക്കാം. ഇതാണ് എഗ്ഷെല്ലിൻ്റെ പൗഡറാണിത്. നമ്മൾ എഗ്ഷെല്ല് ഇങ്ങനെ പൊടിച്ചെടുത്തതാണ്. ഇനി നമുക്ക് ഈ ഗ്ലൂ അപ്ലൈ ചെയ്തതിലേക്ക് എഗ്ഷെല്ലിൻ്റെ പൗഡർ കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. ഇത് നമ്മൾ ഈ ജാറ്, അതായത് ഈ ഭരണി ഫുള്ളായിട്ട് ചെയ്തെടുക്കണം. ഒത്തിരി മുകളിലേക്കാണ് ഗ്ലൂ അപ്ലൈ ചെയ്തെടുത്ത് നമ്മൾ ജസ്റ്റ് ഇത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതിങ്ങനെ ഒന്ന് തട്ടിക്കൊടുക്കുക. പിന്നെ ഇതിൻ്റെ ചുറ്റും ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ബാക്കിയുള്ള എഗ്ഷെല്ലിൻ്റെ പൗഡറും കൂടെ ഇട്ട് കൊടുക്കുക. നമ്മൾ ഇതിൽ ഇട്ട് കൊടുക്കുന്നത് എഗ്ഷെല്ലിൻ്റെ പൗഡറാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പുണ്ടല്ലോ, ഉപ്പ് യൂസ് ചെയ്യാം. പിന്നെ ഉപ്പ് അങ്ങനെ വെറുതെ കളയുന്നതുകൊണ്ടാണ് ഞാൻ ഉപ്പ് എടുക്കാത്തത്. എഗ്ഷെല്ലിൻ്റെ പൗഡർ ആകുമ്പം അത് നമുക്ക് വേണ്ടാത്തൊരു സംഭവമാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇത് ചെയ്തെടുക്കാൻ എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എഗ്ഷെല്ലിൻ്റെ പൗഡർ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ എടുക്കുന്നത് നമ്മുടെ ഗ്ലിറ്റർ ഉണ്ടല്ലോ, ഇതുപോലെ ഇങ്ങനെ പൗഡർ പോലെയുള്ള ഗ്ലിറ്റർ, അതാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഈ ഗ്ലൂ ഡ്രൈ ആകുന്നതിന് മുമ്പേ തന്നെ ഇതിലേക്ക് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. വളരെ കുറച്ചായിട്ട് ഇട്ടാൽ മതി, ഒന്ന് അവിടെ ഷൈൻ ചെയ്യാൻ വേണ്ടി മാത്രം. അപ്പോൾ ഇത്രയും കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്ക് ഇതിൻ്റെ മുകൾ വശം ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിന് വേണമെങ്കിൽ മാത്രം ഈ അടപ്പ് വെച്ചാൽ മതി, ഇല്ലെങ്കിൽ നമുക്കത് ഊരി മാറ്റാം. ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് വൈറ്റ് പെയിൻറ്റ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിലുള്ള ആ ഒരു ക്രിസ്മസിൻ്റെ തീം പോലെ തന്നെയാണുള്ളത്, അതിനുള്ള ഡിസൈനാണത്. അപ്പോൾ അത് റെഡും വൈറ്റും ആയതുകൊണ്ട് ഞാനത് അവിടെ പെയിൻറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അടപ്പ് അതുപോലെ കീപ്പ് ചെയ്യാം, അല്ലെങ്കിൽ അത് ഒഴിവാക്കുകയും ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് എടുക്കുന്നത് ഈ ഒരു സംഭവമാണ്. കുറച്ച് തെർമോക്കോൾ ബോൾസും അതുപോലെ നമ്മുടെ കാറ്റാടിയുടെ കായും കൂടാണ് എടുക്കുന്നത്. അതിനു മുമ്പ് നമുക്ക് ഇതിനൊരു ടൈ കെട്ടിക്കൊടുക്കാം. അപ്പം ടൈ അല്ലെങ്കിൽ ബോ ആക്കി കെട്ടിക്കൊടുക്കാം. ബോ ചെയ്യുന്നത് ജൂട്ടിൻ്റെ ത്രെഡ് വെച്ചിട്ടാണ്. അപ്പോൾ ആ ഒരു ത്രെഡ് വെച്ച് ചെയ്യുമ്പോഴാണ് ഇത് ഭംഗിയായിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് ജൂട്ടിൻ്റെ ത്രെഡ് എടുത്തത്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് ബോ കെട്ടാൻ ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ 2 പ്രാവശ്യം അഴിച്ചിട്ട് പിന്നെയും കെട്ടിയെടുത്തതാണ്. അപ്പോൾ അത് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കതൊന്ന് ലെവലാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള വർക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആകെ ഒരു അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ നമ്മൾ ഈ തെർമോക്കോൾ ബോൾസും കാറ്റാടിയുടെ കായും സ്റ്റിക്ക് ചെയ്യുന്ന ആ വീഡിയോയിൽ എന്തോ എറർ കാണിക്കുന്നു. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നില്ല. ഒന്നും ചെയ്തിട്ടില്ല. ആ തെർമോക്കോൾ ബോൾസും അതുപോലെ കാറ്റാടിയുടെ കായും ബോ വെച്ചതിൻ്റെ സൈഡിൽ ഗ്ലൂ ഗൺ വെച്ചിട്ട് ജസ്റ്റ് ഒട്ടിച്ചു കൊടുത്തു. പിന്നെ തെർമോക്കോൾ ബോൾസും ഞാൻ ചെറിയുടെ ആ ഒരു റെഡ് കളർ ഉണ്ടല്ലോ അതും കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരു ചെറിയുടെ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ബോൾസ് യൂസ് ചെയ്തത്. പിന്നെ നമ്മൾ പല ഇതിൽ പിക്സിലും കണ്ടിട്ടുള്ളതാണ് ഇതുപോലത്തെ കായൊക്കെ ഒട്ടിച്ച് വെക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയത് ഇതാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ വർക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ലിഡ് മാറ്റിയിട്ട് അതിനകത്ത് വലിയൊരു ക്യാൻഡിലൊക്കെ വേണമെങ്കിൽ വെക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ വലിയ ക്യാൻഡിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതിലത് ചെയ്യാത്തത്. അപ്പോൾ ആ എഗ്ഷെല്ലിൻ്റെ പൗഡറിന് ഗ്ലിറ്ററൊക്കെ ഇടുമ്പോൾ നല്ലൊരു സ്നോയിൻ്റെ ലുക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതായിരുന്നു. സിമ്പിളായിട്ടുള്ള ഈ ഡെക്കർ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പ്രീവിയസ് വീഡിയോസ് കാണുക. കൂടുതൽ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്